ഹായ് മക്കളെ, നിങ്ങളൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ നീല മാത്രമായി, അല്ലേ? ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, അല്ലേ? ഈ പാട്ട് തന്നെയാണ് ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു കവിതയിലൂടെ നമ്മുടെ എലാ വീലർ വിൽകോക്സ് പറയാൻ പോകുന്നത്. എന്താണ്? നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ചിരിക്കാൻ ഒരുപാട് പേരുണ്ടാവും, അല്ലേ? പക്ഷെ നിങ്ങൾ കരയുമ്പോഴാണെങ്കിലോ നിങ്ങളുടെ കൂടെ കരയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ഈ ഒരു ആശയം വളരെ മനോഹരമായിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. നോക്കാം. സോളിറ്റ്യൂഡ് എന്താണ് മക്കളെ? സോളിറ്റ്യൂഡ് ഏകാന്തത, അല്ലെ? ഒറ്റപ്പെടൽ, അല്ലെ? നോക്കാം. എലാ വീലർ വിൽകോക്സിന്റെ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ്. നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം. എലാ വീലർ വിൽകോക്സ് നോക്കാം. was an American author and the poet. ഒരു അമേരിക്കൻ ഓതറും പോയറ്റുമാണ്. Her best known work is a poem of passion. അവരുടെ മെയിൻ ആയിട്ടുള്ള അവരുടെ വർക്ക് എന്ന് പറയുന്നത് പോംസ് ഓഫ് ഫാഷൻ ആണ്. ഹെർ മോസ്റ്റ് എൻഡ്യൂറിംഗ് വർക്ക് ഈസ് സോളിറ്റ്യൂഡ് വിച്ച് ഇസ് കണ്ടെയ്ൻ സം ഓഫ്റ്റ് കോട്ടഡ് ലൈൻസ്, അല്ലെ? വളരെ നമ്മൾ ഈ സം കോട്ടഡ് ലൈൻസ് എന്ന് പറയില്ലേ, കോട്ടഡ് ലൈൻസ് ഉണ്ടാവില്ലേ? നമ്മൾ ചില സമയത്തൊക്കെ ചില വേർഡുകളൊക്കെ നമ്മൾ ഉദ്ധരിച്ച് പറയും, അല്ലേ? വലിയ വലിയ ആളുകളുടെയോ അല്ലെങ്കിൽ ചില പോംസിലെ ലൈൻസുകളൊക്കെ നമ്മൾ എടുത്ത് പറയാറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ലൈൻസുകളൊക്കെ ഉള്ള പോംസ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സോളിറ്റ്യൂഡിലും ഉണ്ട് അങ്ങനെ കേട്ടോ. ഹെർ ഓട്ടോബയോഗ്രഫി ദ വേൾഡ്സ് ആൻഡ് ഐ വാസ് published in 1980, a year before her death, അല്ലെ? അവരുടെ ഒരു മരണത്തിന്റെ ഒരൊറ്റ വർഷം മുമ്പാണ് അവരുടെ ഓട്ടോഗ്രാഫി ആയിട്ടുള്ള ദ വേൾഡ് ആൻഡ് ഐ എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നോക്കാം, നമുക്ക് കവിത നോക്കാം. Don't you wish to have someone beside you when you are sad or in distress? അല്ലെ? ഇത് കവിതയ്ക്ക് മുമ്പുള്ള ജസ്റ്റ് ഉള്ള ഒരു ഇതാണ് കേട്ടോ. എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. Don't you wish to have someone beside you when you are sad or in distress? അല്ലെ? നിങ്ങൾ വിഷമത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിരാശയിലിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരാൾ കൂടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഡു യു റെഡിലി ഹെൽപ്പ് അതേഴ്സ് വെൻ ദേ ആർ ഇൻ എ നീഡ്? മറ്റുള്ളവർക്ക് നമ്മുടെ സഹായം വേണമെന്നുള്ളൊരു സാഹചര്യത്തിൽ, മറ്റുള്ളവർക്ക് നമ്മുടെ ഹെൽപ്പ് വേണമെന്നുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നാണ് കേട്ടോ ചോദ്യം. Now let's read what the poet has taken notice of about the world we live in. അല്ലേ? നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം ഉണ്ടല്ലോ മക്കളെ, ഇതിനെ കുറിച്ച് നമ്മുടെ പോയറ്റിനെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലേ? അതിനെ കുറിച്ചൊക്കെയാണ് പോയറ്റ് വളരെ മനോഹരമായിട്ട് ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. Love and then the world loves with you, weep and you weep alone. അല്ലേ? ഇതാണ് ആ കോട്ടിംഗ് ലൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും പല ആളുകളും കോട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള 2 ലൈനാണ്. എന്താണ്? ചിരിക്കൂ, ദ വേൾഡ് ലോവ്സ് വിത്ത് യു. നിങ്ങൾ ചിരിക്കുമ്പോൾ ലോകം നിങ്ങളുടെ കൂടെ ചിരിക്കും. വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ തനിയെ ആയിരിക്കും, അല്ലേ? നിങ്ങൾ ഒറ്റക്കായിരിക്കും, അല്ലേ? നിങ്ങൾ ചിരിക്കുമ്പോൾ ലോകം നിങ്ങളുടെ കൂടെ ചിരിക്കും, നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ തനിയെ കരയേണ്ടി വരും എന്നുള്ളതാട്ടോ. യു വീപ്പ് അലോൺ. നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗിൽ അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. നന്നായി ഇവിടെ നിന്ന് എടുത്ത് തന്നെയാട്ടോ ഈ ലൈനുള്ളത്. നോക്കാം അടുത്തത്. ഈ ഒരു ലൈനിന്റെ ഈ ഒരു തീം ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ഈ പോം ഫുള്ള് വരുന്നത്. ഈ പോമിന്റെ തീം എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണം മക്കളെ, ഈ 2 ലൈനാണ് എഴുതി വെച്ചാൽ മതി. ഇത് തന്നെയാണ് ഇതിന്റെ തീം. ഇത് ഞാൻ ഡിഫറെന്റ് രൂപത്തിൽ ഇങ്ങനെ വേറെ വേറെ ലൈനിലൂടെ പറയാന്ന് മാത്രമേ ഉള്ളൂ. തീം എന്തായാലും അതാണ്. ഓക്കെ, ദെൻ for the sad old earth must borrow its mirth, but it has trouble enough for its own. അല്ലേ? എന്താണ് മക്കളെ? നമ്മുടെ ഈ വയസ്സനായിട്ടുള്ള ദുഃഖിതനായിട്ടുള്ള ഭൂമിക്ക് പോലും അതിന്റെ മിർത്ത് പറഞ്ഞ ഹാപ്പിനെസ് കടമെടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെയല്ലേ നമുക്കുണ്ടാവുന്നത്. ഭൂമിക്ക് പോലും അതിന്റെ ഹാപ്പിനെസ് കടമെടുക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഇറ്റ് ഹാസ് ട്രബിൾസ് ഇനഫ് ഫോർ ഇറ്റ്സ് ഓൺ. പക്ഷെ അതിന് പ്രശ്നങ്ങളാണെങ്കിലോ ആവശ്യത്തിനോളം അതിനുണ്ട് താനും. ഓക്കെ, അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഭൂമിക്ക് പോലും കഴിയില്ല, സന്തോഷിപ്പിക്കാൻ നമ്മുടെ സങ്കടങ്ങളിൽ പങ്കുചേർന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ ഭൂമിക്ക് പോലും കഴിയില്ല. കാരണം എന്താണ്? ഭൂമിക്ക് തന്നെ ആവശ്യത്തിൽ കൂടുതൽ ട്രബിൾസും പ്രോബ്ലംസ് ഉണ്ട്. ഭൂമിക്ക് തന്നെ ഈ നിരാശനായിട്ടുള്ള വയസ്സനായിട്ടുള്ള ഈ ദുഃഖിതനായിട്ടുള്ള ഈ ഭൂമിക്ക് തന്നെ സന്തോഷം കടമെടുക്കേണ്ട അവസ്ഥയാണ്. Sing and the hills will answer.
സിംഗ്, നിങ്ങൾ പാടുക അല്ലെ. നിങ്ങൾ പാടുമ്പോൾ ഇൻ ദ ഹിൽസ് വിൽ ആൻസർ അല്ലെ, കുന്ന് മലനിരകൾ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ കുന്നിന്റെ മുകളിൽ നിന്നിട്ടൊന്ന് പാട്ട് പാടി നോക്കുക, അതന്നെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. തിരിച്ച് നിങ്ങൾക്ക് പാട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടും എക്കോ അടിച്ച് കേൾക്കും അല്ലെ. അപ്പൊ എന്താണ് സിംഗ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ, നിങ്ങൾ പാടുക, കുന്നിരകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള മറുപടി തരും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ പാടും. സൈൻ, നിങ്ങൾ നെടുവേർപ്പെടുക, ദുഃഖത്തിന്റെ ആയത്തിന്റെ നെടുവേർപ്പെടും. ഇറ്റ് ലോസ്റ്റ് ഓൺ ദ എയർ, അത് നിങ്ങൾക്ക് ആരും മറുപടി തരില്ല, അത് അവിടെ തന്നെ എയറിൽ അങ്ങ് അലിഞ്ഞു പോകും. അത് തിരിച്ചു പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് പാടി നമ്മുടെ കൂടെ പാടി ഒന്നും ചെയ്യില്ല. നിങ്ങൾ നെടുവേർപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ ഭൂമി, ആ ഒരു വായയിൽ അത് അലിഞ്ഞു പോകും, അതാരും കേൾക്കുകയില്ല. നിങ്ങൾ പാടുക, അത് തിരിച്ച് പാടാനും അത് തിരിച്ച് ആൻസർ തരാനും എല്ലാവരും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നെടുവേർപ്പെട്ടാൽ, നിങ്ങൾ സങ്കടത്തിന്റെ നെടുവേർപ്പ്, നിങ്ങൾ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞാൽ, നിങ്ങളൊരു നെടുവേർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവില്ല, അത് അതിൽ അലിഞ്ഞു പോകും, അത് ആരും തന്നെ കേൾക്കുകയില്ല. The echoes bound to a joyful sound, അല്ലേ? ജോയ്ഫുൾ സൗണ്ടിന്, ആഹ്ലാദകരമായിട്ടുള്ള ശബ്ദങ്ങളുടെ പ്രതിധ്വനി നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ആഹ്ലാദകരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉറക്കെ വരുമ്പോൾ അതിന്റെ പ്രതിധ്വനികൾ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം അല്ലെ. സന്തോഷങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള മൈക്കയിലൂടെയൊക്കെ സന്തോഷം, ഹാപ്പിനെസ് ആയിട്ടുള്ള പാട്ട് സ്റ്റേജിലൊക്കെ ഉണ്ടെങ്കിൽ എന്താ, അതിന്റെ എക്കോ പോലെ മുമ്പിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉറക്കെ പാടും അല്ലേ. അതാണ് എന്താണ് ആ ജോയ്ഫുൾ സൗണ്ടിന്റെ എക്കോസ് നിങ്ങൾക്ക് കേൾക്കാം. ബട്ട് സ്ട്രിങ് ഫ്രം ദ വോയിസ് ഇൻ കെയർ, എന്താണ്, പക്ഷേ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ശബ്ദങ്ങൾ എന്ത് ചെയ്യും, അത് ശൃംഗായി പോവും, അത് ചുരുങ്ങിപ്പോവും, അത് അവിടെ അങ്ങ് അലിഞ്ഞ് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഐ മീൻ ജോയ്ഫുൾ സൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രതിധ്വനി കേൾക്കാൻ സാധിക്കും. ബട്ട് ദ സ്ട്രിങ് ഫ്രം ദ വോയിസ് ഇൻ കെയർ, പക്ഷെ എന്തായി പോവും, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിളികളാണെങ്കിൽ അത് അവിടെ ചുരുങ്ങി പോവുകയാണ് ചെയ്യുക. അതാരും അതിന്റെ എക്കോയൊന്നും ഇങ്ങോട്ട് പറയാറില്ല, അത് അവിടെ ചുരുങ്ങി ശാന്തമായി പോകും. Rejoice and the man will seek you. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷന്മാരായിട്ട് ആസ്വദിക്കുക അല്ലെ. ആൻഡ് ദ മാൻ വിൽ സീക്ക് യു, മനുഷ്യർ നിങ്ങളെ തേടി വരും. നിങ്ങൾ ഹാപ്പി ആയിട്ട് ആഹ്ലാദരായിട്ട് നിങ്ങൾ ജീവിക്കൂ, മനുഷ്യർ നിങ്ങളെ തേടി വരും. ഗ്രീവ്, നിങ്ങൾ ദുഃഖത്തിലാവൂ. ആൻഡ് ദെൻ ദേ ടേൺ ആൻഡ് ഗോ, ദേ ടേൺ, അവർ തിരിഞ്ഞു നിൽക്കും, ആൻഡ് ഗോ, അവർ നിങ്ങളുടെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ തിരിഞ്ഞു നിന്ന് അവർ തിരിഞ്ഞു പോകും. നിങ്ങൾ ദുഃഖത്തിലാവുമ്പോൾ, നേരെ മറിച്ച് നിങ്ങൾ ആഹ്ലാദത്തിലാണെങ്കിൽ ആളുകൾ നിങ്ങളെ തേടി വരും. ഇനി നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് കടന്നു പോകും. They want full measures of your pressure, നിങ്ങളുടെ സന്തോഷത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം മാത്രമാണ് അല്ലെ, പൂർണ്ണമായിട്ടുള്ള ഒരു പൂർണ്ണതയാണ് അവർക്ക് ആവശ്യം. എന്താണ്, നിങ്ങളുടെ സന്തോഷത്തിന്റെ പ്രഷറിന്റെ ഒരു പൂർണ്ണതയെ, അത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ബട്ട് ദേ ഡു നോട്ട് നീഡ് യുവർ വ്യൂ. നിങ്ങളുടെ ദുഃഖത്തെ അവർക്ക് എന്താ ആവശ്യമില്ല, നിങ്ങളുടെ ദുഃഖത്തെ അവർക്ക് ആവശ്യമുള്ള നിങ്ങളുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. Be glad and your friends are so many. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും, നിങ്ങൾ സന്തോഷവാനായിരിക്കും. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും വന്നു കൂടാൻ ഒരുപാട് പേരുണ്ടാവും. ബി സാഡ്, നിങ്ങൾ ദുഃഖത്തിലാണെങ്കിൽ യു ലോസ് ദം ഓൾ, അവരെല്ലാവരെയും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ള കാലമാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും. നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്ത, നിങ്ങൾക്ക് സാഡായിട്ടുള്ള, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടും സാഡും, നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയുള്ള ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ യു ലൂസ് ദം ഓൾ, അവരെല്ലാവരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യും, വന്നുകൂടിയിട്ടുള്ള എല്ലാവരെയും നിങ്ങൾക്ക് നഷ്ടപ്പെടും. There are none to decline your nectar wine. എന്താണ് നെക്ടാർഡ് വൈൻ എന്ന് പറഞ്ഞാൽ? അതിമധുരമാണ്, അമൃത് പോലെയുള്ള നിങ്ങളുടെ വൈൻ ഒരാളും തന്നെ നിരസിക്കുകയില്ല അല്ലേ. അത്രയും മധുരമാർന്ന നിങ്ങളുടെ വൈൻ, അത്രയും ടേസ്റ്റുള്ള നിങ്ങളുടെ വൈൻ ഒരാൾ പോലും നിരസിക്കുകയില്ല. ബട്ട് along you must drink your life's girl. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ കയ്പ് രസം അല്ലേ, ഒരു കയ്പങ്ങ ജ്യൂസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിന്റെ കയ്പ് രസം നിങ്ങൾ തന്നെ കുടിക്കേണ്ടി വരും. അത് കുടിക്കാൻ ഒരാളും വരില്ല. അത് വൈൻ കുടിക്കാൻ നിങ്ങൾ നെക്ടർ വൈൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ മധുരമേറിയിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവെക്കാൻ നെക്ടർ വൈൻ കുടിക്കാൻ എന്തുണ്ടാവും, ഒരുപാട് പേര് വരും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങൾ പങ്കുവെക്കാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. അത് നിങ്ങൾ തനിയെ കുടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ തനിയെ ഒറ്റക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. Feast and your halls are crowded. Feast, നിങ്ങൾ സദ്യ കൊടുക്കൂ.
പരിപാടി വെച്ചിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ. ഓക്കെ, നിങ്ങൾ സദ്യ വെക്കൂ ആൻഡ് യുവർ ഹോൾസ് ആർ ക്രൗഡഡ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹാളുകൾ എന്താവും? ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്ന ഹാളുകൾ ജനക്കൂട്ടമാവും, ജനങ്ങളെ കൊണ്ട് നിറയും. നിങ്ങൾ ആളുകൾക്ക് സദ്യ കൊടുക്കൂ, ജനങ്ങളെ കൊണ്ട് നിങ്ങൾ നിറയും, ജനങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഹാളുകൾ നിറയും. ആൻഡ് ഫാസ്റ്റ്, എന്താണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഫാസ്റ്റ് എന്താ? പട്ടിണി കിടക്കുക, ഉപവസിക്കുക. ഓക്കെ, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ ദ വേൾഡ് ഗോസ് ബൈ, ലോകം അതിന്റെ വഴിക്ക് പോകും. നിങ്ങൾ അവിടെ ഉപവസിച്ചവിടെ കിടക്കേണ്ടി വരും, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കില്ല, അവരുടെ വഴിക്ക് പോകും. നേരെ മറിച്ച് നിങ്ങൾ ഒരു ചെറിയൊരു ഉദാഹരണം, നിങ്ങളിപ്പോൾ റോട്ടിൽ നോക്കട്ടെ, പല ഇതിൻ്റെ മുമ്പിൽ ഉപവസിക്കുന്നവരൊക്കെ ഉണ്ടാവാറില്ലേ? അതിന് തൊട്ടപ്പുറത്തൊരു ബിരിയാണി കട എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഭക്ഷണം ഒന്ന് വിളമ്പി വെക്കും. അവിടെ തിരക്കായിരിക്കും. തൊട്ടപ്പുറത്ത് ഒരാൾ പട്ടിണിയാണ് നോക്ക്, അവിടെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും നോക്കി നിൽക്കാനും പോലും ഒരാളുണ്ടാവില്ല. എന്താണ്? അവരുടെ വഴിക്ക് പോകും. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഫീസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ സദ്യ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാളുകൾ നിറഞ്ഞു കവിയും. നിങ്ങൾ ഇനി പട്ടിണി കിടക്കുകയാണെങ്കിൽ, ഉപവസിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വഴിക്ക് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, സക്സീഡ് ആൻഡ് ഗീവ് അല്ലെ? എന്താണ്? വിജയവും കൊടുക്കലും. നിങ്ങൾ വിജയം എന്ന് പറയുന്നതും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക അല്ലെ, മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുക അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക? വിജയിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്സ് യു ലിവ്. ഇത് നിങ്ങളെ ജീവിക്കാൻ സഹായിക്കും അല്ലെ. സക്സസ് എന്ന് പറയുന്നതും കൊടുക്കുക എന്ന് പറയുന്നത്, ഷെയറിങ് എന്ന് പറയുന്നത് അല്ലെ, നേടിയെടുക്കുക, പങ്കുവെക്കുക. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യും? നേടിയെടുക്കലും പങ്കുവെക്കലും ഇത് രണ്ടും നിങ്ങളെ എന്തിനു സഹായിക്കും? ജീവിക്കാൻ സഹായിക്കും. ബട്ട് നോ മാൻ ക്യാൻ ഹെൽപ്പ് യു ഡൈ. പക്ഷെ ഒരാളും തന്നെ മരിക്കാൻ നിങ്ങളെ സഹായിക്കില്ല. മരണസമയത്ത് നിങ്ങളുടെ കൂടെ ഒരാളും ഉണ്ടാവില്ല, അതിന് നിങ്ങളെ ഒരാളും സഹായിക്കില്ല. There is a room in the hall of the pressure. സന്തോഷത്തിന്റെ ഒരു റൂം അവിടെ ഉണ്ടെങ്കിൽ ഫോർ എ ലോങ് ആൻഡ് ലൗഡ്ലി ട്രെയിൻ, എന്താണ്? അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു സ്ഥാനം ഉണ്ടാവും. എന്താണ് പറഞ്ഞത്? ഫോർ എ ലോങ് ആൻഡ് ലൗഡ്ലി ട്രെയിൻ വിത്ത് ഹാൾ ഓഫ് ഫുൾ ഓഫ് പ്രഷർ അല്ലെ. റൂം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തിന്റെയും ആർപ്പുവിളിയുടെയും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന, ദൂരം ഓടുന്ന ഒരു ട്രെയിനിൽ ആ ഒരു ഫുൾ ഓഫ് പ്രഷർ ലഭിക്കുന്ന ആ ഒരു ട്രെയിനിൽ എന്തുണ്ട്? ആ റൂമിന് നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും. But one by one we must all file on through the narrow aisles of the pain. പക്ഷേ ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, വേദനയുടെ ആ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകണം. എങ്ങനെ? 1 by 1 ആയി, ഒറ്റക്കൊറ്റക്കായിട്ട് നിങ്ങൾ എല്ലാവരും ദുരിതമേറിയ, വേദനകൾ നിറഞ്ഞ ആ ഇടവഴിയിലൂടെ നിങ്ങൾ തനിയെ നടന്നു പോവേണ്ടി വരും. ഓക്കെ, സോ ഇത്രയുമാണ് കവിതയിൽ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു തീം തന്നെ അല്ലേ. നമ്മൾക്ക് എന്തെങ്കിലും സന്തോഷങ്ങളോ ഹാപ്പിനെസ്സോ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആളുണ്ടാവും. പക്ഷെ നമുക്കൊരു സാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയോ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു വലിയ സത്യം ഉണ്ടല്ലോ. അതാണ് ഈ കവിതയിലൂടെ മനോഹരമായിട്ട് കവി പറഞ്ഞിട്ടുള്ളത്. നോക്കാം, പോയറ്റിക് ഡിവൈസസ് നോക്കാം. ഇമാജിനറി. ദർ ആർ വേരിയസ് ഇമാജസ് യൂസ്ഡ് ഇൻ ദ പോം സച്ച് ആസ് വിഷ്വൽ ഇമാജ്, ഫീസ്റ്റ് ആൻഡ് ക്രൗഡർ ഹോൾസ്. ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട് കേട്ടോ, ഒരുപാട് വിഷ്വൽ ഇമാജസുകളുണ്ട്. സദ്യ കൊടുക്കുന്നത്, ജനങ്ങൾ കൂടുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കുന്നതാണ് അല്ലെ. ദെൻ ഓഡിറ്ററി ഇമേജ്, നമുക്ക് കേൾക്കാൻ സാധിക്കും. സിംഗ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ അല്ലെ. നമ്മൾ പാട്ട് പാടുമ്പോൾ തിരിച്ചിങ്ങോട്ട് മലകളൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ എക്കോ അടിച്ച് പാടിത്തരുമല്ലോ, അത്. ദെൻ സൈൻ, നെടുവീർപ്പ് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് എക്കോ ഓഫ് എ ജോയ്ഫുൾ സൗണ്ട്, പ്രതിധ്വനി അല്ലേ, ആഹ്ലാദമായിട്ടുള്ള പ്രതിധ്വനി നമുക്ക് കേൾക്കാം. വോയിസിങ് കെയറിലെ ആ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഇത്, ഈ പറഞ്ഞതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ സാധിക്കും. ദെൻ ഗസ്റ്റേറ്ററി ഇമാജസ് അല്ലെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ടേസ്റ്റ് ചെയ്യുക അല്ലെ. ഗസ്റ്റേറ്ററി ഇമാജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. നെക്ടേർഡ് വൈൻ അല്ലെ, അതിമധുരമായിട്ടുള്ള അമൃത് പോലെയുള്ള വൈൻ. ഓക്കെ, ലൈഫ് ഗേൾ അല്ലെ, ജീവിതത്തിന്റെ കയ്പ് രസം എന്ന് പറയുമ്പോൾ നമുക്കൊരു പാവക്ക ജ്യൂസൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലെ മക്കളെ. ദെൻ ടാക്ച്വൽ ഇമാജസ്, ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഐസിൽസ് ഓഫ് ദ പെയിൻ അല്ലേ, വേദനാജനകമായിട്ടുള്ള നാരോ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയാണ് ഇമാജസ് വരുന്നത്. ദെൻ റൈം സ്കീം ആൻഡ് റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് സ്കീമും റൈമിംഗ് വേർഡ്സും ആണ് കേട്ടോ. റൈമിംഗ് സ്കീം കുറച്ച് വെറൈറ്റി ആണ്, അത് ലൈൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ABCDDEFE എന്ന് പറയുന്ന ഒരു പാറ്റേൺ കേട്ടോ. ഇത് 3 സ്റ്റാർസേ വരുന്നത്. 3 സ്റ്റാർസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ABCDEFE
ദെൻ BDEFE എന്ന് പറയുന്നത് കേട്ടോ. റൈമിംഗ് സ്കീം നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. 8 ലൈൻ വരുന്ന സ്റ്റാൻസയാണ്. 8 ലൈൻ വരുന്ന സ്റ്റാൻസക്ക് ഒക്ടാവ് എന്നാണ് പറയുന്നത് കേട്ടോ. 8 ലൈൻ 8 ലൈൻ 8 ലൈൻ അങ്ങനെ 3 8 ലൈൻ വെച്ചിട്ടാണ് വരുന്നത്. അതിന് ഒക്ടേവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പാറ്റേൺ ആണ്, റൈമിംഗ് സ്കീമാണ്. ABCBDEFE എന്ന് പറയുന്നതാണ് അതിൻ്റെ പാറ്റേൺ. ദെൻ ഇതിൽ കുറച്ച് റൈമിംഗ് വേർഡ്സുകൾ വരുന്നുണ്ട്. അലോങ്, ഓൺ, ബൈ, ഡൈ, അയർ, കെയർ, ട്രെയിൻ, പെയിൻ, ഗോ, ബോ എന്തൊക്കെയാണ് കേട്ടോ. ഡിക്ലൈൻ എന്നൊക്കെ പറയുന്ന വേറെയും വരുന്നുണ്ട്, നോക്കാം. ഇനി അത് മാത്രമല്ല, അതിൽ മറ്റൊരു പ്രത്യേകിച്ച് നമുക്ക് റൈമിംഗ് സ്കീം നമുക്ക് എപ്പോഴും എങ്ങനെയാണ് അറിയാവുന്നത്? നമുക്കറിയാവുന്ന റൈമിംഗ് സ്കീം ഒരു ലൈനിൻ്റെ ഇതൊരു പോമാണെങ്കിൽ ഈ പോമിൻ്റെ ലാസ്റ്റ് ആയിരിക്കും റൈമിംഗ് സ്കീം അല്ലേ, നമ്മൾ കണ്ടുപിടിക്കുന്ന റൈമിംഗ് സ്കീം അല്ലേ. ഇങ്ങനെയല്ലാതെ പോമിൻ്റെ ഉള്ളിൽ, പോമിൻ്റെ വരികളുടെ ഇടയിലൂടെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള വേർഡ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിനാണ് ഇന്റേണൽ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സ് വിത്തിൻ ദ ലൈൻസിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. അങ്ങനെ വരുന്നതാണ് എർത്ത്, മെർത്ത്, ബൗണ്ട്, സൗണ്ട്, മെഷർ, പ്ലഷർ, ഡിക്ലൈൻ, പ്ലെയിൻ. ഇത് കവിതയെ വളരെയധികം മനോഹരമാക്കട്ടെ. ഈ കവിത പാടുമ്പോഴൊക്കെ അതിന് മനോഹാരിത നൽകും. ദെൻ അലിട്രേഷൻ അല്ലേ, റിപ്പീറ്റേഷൻ ഓഫ് ദ കൺസോണന്റ് സൗണ്ട് ആണ്. ലോഫ് ആൻഡ് ദ വേൾഡ് ലോഫ് വിത്ത് യു എന്ന് പറയുമ്പോൾ കണ്ടോ, എൽ എൽ എന്ന് പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ, വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ. ഓക്കെ, അതുപോലെ അസോൺസും തന്നെ നിങ്ങൾ നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കുക കേട്ടോ. Then for a long and loudly train, L L, clear. അപ്പോൾ അലിട്രേഷൻസും ഒരുപാടുണ്ട്, ക്ലിയർ ആണല്ലോ. Then appreciation of the poem. The theme of the poem is that when we stay positive and pleasant in good fortune, we will have many friends and people with us. അല്ലേ, ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭാഗ്യമുള്ള കാലത്തോ നമുക്ക് സന്തോഷമുള്ള കാലത്ത് നമുക്ക് ചുറ്റും എന്തുണ്ടാവും? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ബട്ട് വെൻ വി ആർ ഇൻ നെഗറ്റീവ്ലി സാഡ്നെസ് ആൻഡ് മിസ്ഫോർച്യൂൺസ് വി ഹാവ് ടു സഫർ എവരി മിസ്ഫോർച്യൂൺസ് അല്ലേ. പക്ഷെ നമ്മുടെ ലൈഫിലൊരു നിർഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഡ് ആയിട്ടുള്ള അവസ്ഥയോ ബുദ്ധിമുട്ടേറിയിട്ടുള്ള അവസ്ഥയോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് സഫർ ചെയ്യണം? നമ്മൾ തനിയെ ആ ഒരു ബുദ്ധിമുട്ട് തനിയെ എന്ത് ചെയ്യണം? സഫർ ചെയ്യണം. ത്രൂ ദ ഓഫ് ക്വാർട്ടർ ലൈൻസ് അല്ലേ, നമ്മൾ തുടക്കത്തിൽ തന്നെ എടുത്ത് പറയുന്ന ഓഫ് ക്വാർട്ടർ ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. ലോഫ് ആൻഡ് ദ വേൾഡ് ലോവ്സ് വിത്ത് യു, വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ അല്ലേ. ഈ ഒരു ലൈൻ ഇതിൽ പഠിച്ചു വെച്ചോണ്ട് മക്കളെ, എന്ത് വന്നാലും എടുത്ത് വീശാൻ കഴിയും. ലോഫ് ആൻഡ് the world love with you and weep and you weep alone എന്ന് പറയുന്ന ഈ വരി തന്നെ the poet points out the reality and that selfishness prevail everywhere in this world അല്ലേ. ഈ ലോകത്ത് മുഴുവനുള്ള സ്വാർത്ഥതയായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടർ അത് ഇതിലൂടെ അവര് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഫ്രം ഹിയർ ഓൺ വാട്ട് ദ പോം ഫോളോസ്, ആ തുടക്കം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ആ പോയത്തിൽ ഫുൾ വരുന്ന ഐഡിയ ദാറ്റ് ദ വേൾഡ് ഈസ് ആഫ്റ്റർ മെഷർ ദ ജോയ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് വാണ്ട് ടു ലിസൺ ടു ദ സാഡ് സ്റ്റോറീസ് അല്ലേ. ലോകം മുഴുവൻ എന്തിന്റെ പിന്നാലെയാണ്? സന്തോഷങ്ങൾക്ക് പിന്നാലെയാണ് പോകുന്നത്. ആർക്കും തന്നെ സങ്കട കഥകൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. Since the world is filled with so much misery, sorrow and the personal worries, it has no cheer of its own അല്ലേ. അതുപോലെ തന്നെ ഭൂമിക്ക് തന്നെ എന്താണ്, നമ്മുടെ ലോകത്തിന് തന്നെ, വേൾഡിന് തന്നെ ധാരാളം ദുരന്തങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതിന് തന്നെ എന്ത് ചെയ്യില്ല, അതിന് തന്നെ അതിൻ്റെ സന്തോഷം സ്വന്തം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. The following stars that the poet says that the men will seek us if we rejoice, but they will turn us down if we grieve or feel sorrow അല്ലേ. നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആളുകൾ നമ്മളെ തേടി വരും. പക്ഷെ നമ്മൾ ദുഃഖത്തിലാവുകയാണെങ്കിൽ എന്താണ്, ആരും തന്നെ നമുക്ക് ഉണ്ടാവില്ല, ലോകത്തിന്റെ വഴിക്ക് പോകും. എ മാൻ ഹു ഇസ് ഹാപ്പി വിൽ ഹാവ് മെനി ഫ്രണ്ട്സ് ബട്ട് എ മാൻ ഹു ഇസ് നോട്ട് ഹാപ്പി ഹോപ്പ്ലെസ് വിൽ ഹാവ് എനി ഫ്രണ്ട്സ് ആറ്റ് ഓൾ അല്ലേ. എന്താണ്, മനുഷ്യന് ഹാപ്പി ആണെങ്കിൽ അവന് ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അതെല്ലാം അവന് ബുദ്ധിമുട്ടിലാണെങ്കിൽ അവൻ്റെ കൂടെ ആരും തന്നെ ഉണ്ടാവുകയില്ല. Ours is a world that goes after the happiness, not after misery അല്ലേ. നമ്മൾ ഈ നിൽക്കുന്ന ഈ ലോകം എന്താണ് മക്കളെ? അത് സന്തോഷത്തിന്റെ പിന്നാലെ ഓടുന്ന ലോകമാണ്, അല്ലാതെ ഒരിക്കലും എന്തല്ല ദുരന്തത്തിന്റെ പിന്നാലെ ആർക്കും പോവാൻ സമയമില്ല. She clarifies this idea by saying that many will come to drink from our nectared wine while no one will show his willingness to share the bitter taste of our life. എന്താണ് അവരിതിൽ അവരുടെ ഐഡിയ വ്യക്തമായിട്ട് വിവരിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. മധുരമാർന്ന അമൃതാകുന്ന വൈൻ നുകരാൻ എല്ലാവരെയും കിട്ടും, പക്ഷെ ജീവിതത്തിന്റെ കയ്പ് രസം നുകരാൻ ആരെയും കിട്ടില്ല എന്ന് വരികളുടെ അവരിതൊന്നും കൂടെ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ ഐഡിയ. Towards the end of the poem, she magnifies the idea of the solitude by saying that we all go along the face of death, which is the saddest thing that can happen to the person അല്ലേ. അവരൊരു കാര്യം ഇതിൽ വീണ്ടും
പറയുന്നുണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ലാസ്റ്റ് മരണം എന്നുള്ള ആ ഒരു ഇതിലോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും എന്താണ്, തനിച്ചു തന്നെ പോകണം എന്നാണ് അവർ പറയുന്നത്. ആ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഡസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തനിയാണ് ഫേസ് ചെയ്യേണ്ടത്. Many poetic devices are cleverly used by this poem. അല്ലെ, വളരെ ഐഡിയപരമായിട്ട് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്റ്റേർഡ് വൈൻ ഗസ്റ്റേറ്ററി ഇമാജസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഐസൻസ് ഓഫ് പെയിൻ ടാക്റ്റിൽ ഇമാജ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫീസ്റ്റ് ആൻഡ് യു ഹാൾസ് ആർ ക്രൗഡഡ് വിഷ്വൽ ഇമാജസ്. സിംഗ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ ദ ഓഡിറ്ററി ഇമാജസ്. അല്ലേ, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞ വിഷ്വൽ ഇമാജുകളും ഓഡിറ്ററി ഇമാജുകളൊക്കെയാണ്. അത് അതേപോലെ എടുത്തിട്ട് ഇതിലോട്ട് എഴുതിയാൽ മതി കേട്ടോ. The poet has also used the technique of the internal rhyming. അല്ലെ, ഉള്ളിൽ റൈമിംഗ് വേർഡ്സ് തരുന്ന രീതി യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് എർത്ത്, മിർത്ത്, ബൗണ്ട്, സൗണ്ട്, മെഷർ, പ്ലഷർ, ഡിക്ലൈൻ, പെയിൻ, എക്സെട്ര ആർ ദ എക്സാമ്പിൾ ഫോർ that. Okay, then poet express one idea throughout this poem is when we are happy and good fortune, there will be many people with us to share the happiness. അല്ലേ, പോയിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ ഈ ഒരു പോം മുഴുവൻ പോയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ഭാഗ്യമുള്ളപ്പോൾ നമുക്ക് കൂടെ എന്തുണ്ടാവും, ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ. ബട്ട് വെൻ വി ആർ സാഡ്, പക്ഷെ നമ്മുടെ സങ്കടത്തിലാവുമ്പോൾ, ആൻഡ് ഇൻ ട്രബിൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ, നോബഡി വിൽ ബി വിത്ത് അസ്. അല്ലേ, ഇതാണ് ഇതിൻ്റെ മെയിൻ തീമായിട്ട് പോയിട്ട് ഈ ഒരു പോമിലൂടെ കംപ്ലീറ്റ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു 4 ലൈൻസ് ആണ് കേട്ടോ. ഈ ഒരു 4 ലൈൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോമിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു 4 ലൈൻസ് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ദെൻ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. What does the opening lines tell us about the present day world? അല്ലെ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്താണ് ആ പോമിൽ പറയുന്നത് നോക്കാം. In the present day world, people are only interested in sharing happiness and joy with others. അല്ലെ, ഈ പ്രസന്റ് ഡേയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് എന്ത് മാത്രമാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, സന്തോഷത്തിൻ്റെയും അതുപോലെ ജോയ്, ഹാപ്പിനെസ്, ഇതൊക്കെ മാത്രമാണ് ആളുകൾക്ക് ഇഷ്ടം. ഇതിൻ്റെ പിന്നാലെ പോകാൻ, ഇത് ഷെയർ ചെയ്യാനും മാത്രമേ ആളുകൾക്ക് താല്പര്യമുള്ളൂ. സോറോസ് ആർ ടു ബി ഫേസ്ഡ് ഓൾ അലോൺ. ദുരന്തങ്ങളും വിഷമങ്ങളും എന്ത് ചെയ്യണം, അത് തനിയെ നമ്മൾ ഫേസ് ചെയ്യണം. ദിസ് ഷോസ് സെൽഫിഷ്നെസ്. ഇതാണ് എന്ത്, ഇതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ക്ലിയർ? ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് ജോയ് ആൻഡ് സോറോ. അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, സങ്കടത്തിൻ്റെയും ദുരന്തത്തിൻ്റെയൊക്കെ ഒരു മിക്സിംഗ് ആണ്. ഹൗ ഡിഫറെൻ്റ്ലി ഡു പീപ്പിൾ റിയാക്ട് ടു ഈച്ച് ദം. എന്നിട്ട് എങ്ങനെയാണ് ആളുകൾ ഇത് രണ്ടിനോടും പ്രതികരിക്കുന്നത്. ദർ ആർ മെനി ടു ഷെയർ ദ പേഴ്സൺസ് ജോയ് ബട്ട് നൺ ടു കംഫർട്ട് ഹിം ഹർ ഡ്യൂറിങ് ഹർ അൺഹാപ്പി മൂമെന്റ്സ്. അല്ലെ, എല്ലാവരും അവരുടെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ എന്ത് ചെയ്യും മക്കളെ, ഷെയർ ചെയ്യാൻ കൂടും. പക്ഷെ ആരും തന്നെ അൺഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സുകൾ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യാൻ കൂടാറില്ല. Then even the earth is indifferent to human suffering. അല്ലെ, even the earth is indifferent to human suffering. എന്താണ്, ഈ ഭൂമി, അല്ലെ, ഭൂമി പോലും എന്താണ്, ഒരു മനുഷ്യന്റെ സഫറിങ്ങില് പങ്കുചേരാൻ വരികയില്ല. ഐഡന്റിഫൈ ദ ലൈൻസ് ഹിൻസ് ഐഡിയ. കാരണം എന്താണ്, ഫോർ ദ സാഡ് ഓൾഡ് എർത്ത് മസ്റ്റ് ബോറോ ഇറ്റ്സ് ഓൺ മിർത്ത്. അല്ലെ, ഈ വയസ്സനായിട്ട് ദുഃഖിതനായിട്ട് ഈ ഭൂമിക്ക് പോലും എന്ത് വേണം, അതിന്റെ മിർത്ത്, ഹാപ്പിനെസ് കടം കൊള്ളേണ്ട അവസ്ഥയാണ്. പക്ഷെ എന്തുണ്ട്, ബട്ട് ഈ ഹാസ് എ ട്രബിൾ ഇൻ എ ഫോഴ്സ്. ആവശ്യത്തിന് കൂടുതൽ ഈ ഭൂമിക്ക് തന്നെ പ്രശ്നങ്ങൾ. പിന്നെ അത് നമ്മുടെ ദുഃഖത്തിലും കൂടെ വന്ന് പങ്കുചേരാനൊന്നും അതിൽ കിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. Fourth one, succeed and give, it helps you live, is the line and exhortation to help and support to the others in need. അല്ലെ, മറ്റുള്ളവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കുക എന്നുള്ളതിന് ഒരു പ്രചോദനമായിട്ട് വരുന്ന ലൈൻസുകളാണ് ഈ 2 ലൈൻ. എന്ത്, വിജയവും കൊടുക്കലും. അല്ലെ, നല്ല സക്സസ് ആവുകയും അതിൻ്റെ ഷെയറും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അല്ലെ, പങ്കുവെക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കാൻ, നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നോക്കാം. അതിലൂടെ നമുക്ക് എന്താണ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതിലൂടെ ഒരു മോട്ടിവേഷൻ വരുന്നത് നോക്കാം. Yes, the point means to suggest that the success alone can motivate us to live. എന്താണ്, പോയിട്ട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നുണ്ട്, വിജയിക്കുക അല്ലെങ്കിൽ വിജയം എന്നുള്ളത് എന്താണ്, എലോൺ ക്യാൻ മോട്ടിവേറ്റ് അസ് ടു ലിവ്. അതിനെന്താണ്, മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആൻഡ് ഷെയറിംഗ് ദ ജോയ് ഓഫ് അവർ സക്സസ് ക്യാൻ പ്രൊമോട്ട് ദ ഹാർമണി. അതുപോലെ തന്നെ ഷെയറിംഗും എന്താണ്, നമ്മുടെ സക്സസിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് അവർ പറയുന്നത്. അപ്പം ഇത് രണ്ടും മനുഷ്യന് എന്ത് ചെയ്യാണ്, ഇത് രണ്ടും മനുഷ്യനെ ജീവിക്കാനുള്ള ഒരു പ്രചോദനം തരുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്.
എവറി ഹ്യൂമൻ ബീങ് മസ്റ്റ് അണ്ടർഗോ പെയിൻ ആസ് എ പാർട്ട് ഓഫ് ലൈഫ് വിച്ച് ലൈൻ ഗിവ് യു ഹിസ് ലൈഫ് അല്ലെ. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ പെയിനിലൂടെ, വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എല്ലാവർക്കും എപ്പോഴും സന്തോഷമാകണമെന്നില്ല. എല്ലാവർക്കും ലൈഫിലൂടെ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും വേദനയുടെയും ഒക്കെ ഒരു ഇതിലൂടെ കടന്നു പോകേണ്ടി വരും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വരികൾ ഏതാണ് എന്നാണ് ചോദ്യം. But one by one we must all file on through the narrow isles of the bay. അല്ലേ, എന്താണ് വേദനാജനകമായിട്ടുള്ള ആ ഒരു ഇടുങ്ങിയ ഇടവഴിയിലൂടെ ഓരോരുത്തർക്കും 1 by 1 ആയിട്ട് എല്ലാവർക്കും അതിലൂടെ എന്ത് ചെയ്യേണ്ടി വരും, തനിയെ നടന്നു പോവേണ്ടി വരും എന്ന് പറയുന്നതാണ് കേട്ടോ. 6.1 The poem throws light on the need to be self-reliant. Do you agree by? അല്ലേ, നിങ്ങൾ ഈ പോം എന്തും കൂടെ പറയുന്നുണ്ട്, നമ്മൾ സ്വയം നമ്മളിലോട്ട് നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അല്ലെ, അതിനെക്കുറിച്ച് പോം പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ്. യെസ്, ബീങ് സെൽഫ് റിലയൻറ്റ് ഹെൽപ്പ് us to overcome the problems of life. അല്ലേ, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ മൊത്തത്തിൽ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ഒരു ബോധവാന്മാരായി സെൽഫ് റിലയൻറ്റ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട് അല്ലെ. മറ്റുള്ളവരെ നമ്മളോട് പറഞ്ഞു തരാൻ നിൽക്കില്ല, നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒരു സ്വയം പര്യാപ്തതയിൽ എത്തിച്ചിട്ട് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിവേണ്ട ഒരു ഒന്നുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈഫിൽ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഗീവ് us കോൺഫിഡൻസ് ടു ഫേസ് എ ചാലഞ്ച് ഇൻ ലൈഫ്. അത് മാത്രമല്ല, ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ധൈര്യമായിട്ട്, അത് വളരെ ചലഞ്ചോട് കൂടിയിട്ട് അതിനെ നേരിടാനും നമ്മളെ സഹായിക്കും. Does the poem establish the idea that this is essentially a pleasure seeking world? How? മൊത്തത്തിൽ ഈ പോം പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ഇതെന്താണ്, സന്തോഷത്തിന്റെ പിന്നാലെ ഓടുന്ന ലോകമാണ്, സന്തോഷമാണ് ലോകത്തിന് മുഴുവൻ വേണ്ടത് അല്ലെ, ഒരു പ്ലഷർ സീക്കിംഗ് വേൾഡ് ആണെന്ന് പറയുന്നത്. ഹൗ? is the world abides with only when we are happy, only will be there to share the sorrow. അല്ലെ, എന്താണ് ഈ ഒരു ലോകത്ത് എന്ത് മാത്രമേ ഉള്ളൂ, when we are happy, സന്തോഷമായിരിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകം നമ്മുടെ കൂടെ ഉള്ളൂ. nobody will be there to share the sorrow. ആരും തന്നെ നമ്മുടെ ദുരന്തങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഷെയർ ചെയ്യാൻ വരികയില്ല. Then 8th question, what does the poet mean by the expression nectared wine and the life girl? എന്താണ് അമൃതാകുന്ന വൈൻ എന്നും അതുപോലെ കയ്പ് രസം ചേർന്ന ജീവിതം എന്നും പോയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്നാണ് കേട്ടോ. നോക്കാം. ബൈ നെക്റ്റേർഡ് വൈൻ ദ പോയിറ്റ് മീൻസ് ദ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഓഫ് ലൈഫ് അല്ലെ, നമ്മുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സിനെയാണ് നെക്റ്റേർഡ് വൈൻ എന്ന് ഉദ്ദേശിച്ചത്. ലൈഫ് ഗേൾ ഷീ മീൻസ് ദ സോർ ഓഫ് ദ മൻസ് ലൈഫ്, ഒരു മനുഷ്യന്റെ ദുഃഖമാർന്നിട്ടുള്ള ജീവിത ഭാഗത്തെയാണ് കേട്ടോ. ദെൻ ആക്ടിവിറ്റി 1, തീം ഓഫ് ദ പോമീസ്. തീം ഓഫ് ദ പോം എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഒരു 4 ക്ലൂ ഒക്കെ തന്നിട്ടാണ്. അതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്താം. എന്താണ്, ഇഫ് യു സ്റ്റേ പോസിറ്റീവ് പീപ്പിൾ വിൽ ബി വിത്ത് യു. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, ആളുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആളുകൾ, ഇഫ് യു സ്റ്റേ പോസിറ്റീവ്, നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ പീപ്പിൾ വിൽ ബി വിത്ത് യു, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദ ടോൺ ഓഫ് ദ പോമം ഈസ് ഒപ്റ്റിമിസ്റ്റിക് ആട്ടോ. എന്താണ്, ശുഭാപ്തി വിശ്വാസം അല്ലെ, ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു പോമാണ് അല്ലേ. ദെൻ വിച്ച് ലൈൻ ഈസ് ദ പോം ഡിസ്ക്രൈബ് ദ സ്പീക്കേഴ്സ് ഔട്ട്ലുക്ക് ഓൺ ലൈഫ് അല്ലേ, നമ്മുടെ സ്പീക്കറുടെ ജീവിതത്തോടുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഏത് ലൈനിലൂടെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. റിജോയ്സ് ആൻഡ് ദ മെൻ വിൽ സീക്ക് യു എന്ന് പറയുന്ന വരിയിലൂടെ നമുക്ക് നമ്മുടെ പോയിറ്റിന്റെ ജീവിതത്തോടുള്ള ഒരു ഔട്ട്ലുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആഹ്ലാദരായിട്ടിരിക്കും, സന്തോഷവാനായിരിക്കും, നിങ്ങൾ ആഹ്ലാദരായിട്ടിരിക്കും, ആളുകളായിട്ട് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, മെൻ വിൽ സീക്ക് യു, ആളുകൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ ആഹ്ലാദരായിരിക്കും, സന്തോഷരായിരിക്കും, ജോയ്ഫുൾ ആയിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങളെ കൂടെ ആര് വരും, നിങ്ങളെ തേടി ആര് വരും, ആളുകൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ നമ്മുടെ 8th ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ, 8th ലാസ്റ്റ് പോമായിരുന്നു അല്ലേ, നമ്മുടെ 8th ഇംഗ്ലീഷ് പറയുന്ന വലിയൊരു ജേണി എൻ്റെ ആയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമോട് കൂടിയിട്ടാണ് എൻ്റെ ആയിട്ടുള്ളത്. സിമ്പിൾ ആണെങ്കിലും തരുന്നത് വളരെ വലിയൊരു മെസ്സേജാണ് കേട്ടോ ഈ പോമിലൂടെ ഉള്ളത്. ആ മെസ്സേജ് മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും എല്ലാം വളരെ സിമ്പിളായിട്ടാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.